ഹായ്. ഇൻസ്റ്റഗ്രാം തുറന്നാൽ നമുക്കിപ്പോൾ 2025 കുറിച്ചാണ് കാണാൻ സാധിക്കുന്നത്. 2025 കുറേ ആൾക്കാർക്ക് നല്ലതായിരുന്നു, കുറേ ആൾക്കാർക്ക് മോശമായിരുന്നു. പൊതുവെ ഒരു മിക്സ്ഡ് റിവ്യൂസ് ആണ്. എന്താ പറയുക, 2025 കുറിച്ച്. പക്ഷെ ചില ആൾക്കാർ പറയായിരിക്കും, ഇത്രയും മോശം ഒരു വർഷം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. പക്ഷേ ശരിക്കും പറഞ്ഞ ഒരു വർഷത്തിന്റെ തുടക്കം നമ്മൾ എന്താ ആഗ്രഹിക്കുന്നത്? ആ വർഷം കിടിലനായിരിക്കണം, ഈ വർഷം നമ്മുടെ ഇന്ന ആഗ്രഹങ്ങൾ സാധിക്കണം. പക്ഷേ ഡിസംബർ ആകുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും, ഓക്കെ ഇതായിരുന്നു ഈ വർഷം, ഈ നെക്സ്റ്റ് വർഷം പോരട്ടെ, ആ ഒരു മോഡിലോട്ട് വരും. നെക്സ്റ്റ് വർഷം ഒന്ന് പെട്ടെന്ന് ആയാൽ മതിയായിരുന്നു എന്ന് പറയുന്ന ഒരു സാധനം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ലൈഫിൽ സന്തോഷവും സങ്കടവും ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. അതൊരു അൾട്ടിമേറ്റ് ട്രൂത്ത് ആണല്ലോ. പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും ലൈഫ് ഇങ്ങനെ മുമ്പോട്ട് തന്നെ പോകും. അൺടിൽ ആൻഡ് അൺലെസ് വി ഡിസൈഡ് ടു എന്താ പറയുക, വേണ്ട മതി നിർത്താം എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ നമ്മളോ അല്ലെങ്കിൽ സംഭവം ആ ഒരു പോയിന്റിലോട്ട് എത്തുന്നത് വരെ ലൈഫ് മുമ്പോട്ട് പോയിക്കൊണ്ട് തന്നെ ആയിരിക്കും. വി ഹാവ് ടു ഡീൽ വിത്ത് ഇറ്റ്. ഓരോ സാധനങ്ങൾ വരുന്നത് നമ്മൾ അനുഭവിച്ച് മനസ്സിലാക്കി അതിൻ്റെ ആ എക്സ്പീരിയൻസ് നിന്ന് എന്തെങ്കിലുമൊക്കെ പഠിച്ച്, ചിലപ്പോൾ പണ്ടത്തെ എക്സ്പീരിയൻസുകൾ ഉണ്ടായ കുറേ കാര്യങ്ങൾ നമ്മൾ അൺലേൺ ചെയ്ത്, അങ്ങനെയാണ് നമുക്ക് ഗ്രോത്ത് സംഭവിക്കുന്നത്, നമ്മൾ വളരുന്നത് അല്ലേ. സോ ഒരു വർഷത്തിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ഒരു ഹോപ്പാണ്. ഈ വർഷം അടിപൊളി ആവുമായിരിക്കും എന്ന് പറയുന്ന ഒരു ഹോപ്പ്. സോ എല്ലാവർക്കും ഒരു കിടിലൻ 2026 ആവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. എനിക്കും അതുപോലെ 2026 കിടിലനാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തൊക്കെ സംഭവിച്ചാലും ഒരു കാര്യം ഓർക്കുക, നിങ്ങൾക്ക് നിങ്ങളുണ്ടാവും. അതായത് നമുക്ക് നമ്മളുണ്ട് എന്ന് പറയുന്ന അത് തരുന്ന ആ ഒരു സാധനം തരുന്ന ഒരു സ്ട്രെങ്ത് വളരെ വലുതാണ്. അതായത് നമ്മുടെ ചുറ്റും നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മുടെ ഒപ്പം ഉണ്ടാവും. അതല്ലാതെ അൾട്ടിമേറ്റ്ലി ഒരു പ്രശ്നം ഉണ്ടായാലോ എന്ത് തന്നെയാണെങ്കിലോ വി ഹാവ് ടു ഡീൽ ഇറ്റ് അവർ സെൽഫ് അല്ലേ. സംഭവം അത് നമ്മൾ തന്നെയാണ് അത് ഫിഗർ ഔട്ട് ചെയ്ത് അതിനെന്തെങ്കിലുമൊക്കെ ഒരു ആൻഡ് വാട്ട് വി ഗോ ത്രൂ, നമ്മൾ എന്താണ് അനുഭവിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ അത് ഡീൽ ചെയ്യാനുള്ള നമ്മുടെ പെയിൻ, നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, അത് വേറൊരാൾക്ക് എത്രത്തോളം പറഞ്ഞാലും ഒരു പരിധിവരെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മൾ തന്നെയാണ് നമ്മളുടെ ആ ഒരു ഇതിൻ്റെ അകത്ത് ഫിഗർ ഔട്ട് ചെയ്ത് പുറത്തോട്ട് വരേണ്ടത്. സോ ബി ദെയർ ഫോർ യുവർ സെൽഫ്, ബി കൈൻഡ് ടു പീപ്പിൾ. സോ കാരണം ഓരോ ആൾക്കാരും എന്തിലൂടെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഒരാളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല അയാൾക്ക് ഇത്ര വിഷമമുണ്ട്, ഇത്ര കാര്യങ്ങൾ നമുക്ക് അങ്ങനെ സ്കാൻ ചെയ്തെടുക്കാനൊന്നും പറ്റില്ലല്ലോ. സോ ചില ആൾക്കാർ ഇത് പുറത്തോട്ട് പറയണമെന്നില്ല. അപ്പം ബി കൈൻഡ് ടു പീപ്പിൾ, അത്രേ ഉള്ളൂ. സോ എല്ലാവർക്കും ഒരു കിഡിലും 2026 ആവട്ടെ. അപ്പോൾ ബൈ.